അതിർത്തിയിലെ ഈ സംഘർഷം അയഞ്ഞതോടെ സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ വിമാനത്താവളങ്ങൾ താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെച്ച വിമാനത്താവളങ്ങളുടെയൊക്കെ പ്രവർത്തനം സാധാരണഗതിയിലേക്ക് എത്തുകയാണ്. വിമാന സർവീസുകൾ പുനരാരംഭിക്കുകയാണ്. അതേസമയം അതിർത്തി മേഖലയിൽ സാറ്റലൈറ്റ് നിരീക്ഷണം ISRO തുടരുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ തീരമേഖലയിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ ഒരുങ്ങുകയാണ് BJP. എല്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്കും BJP കേന്ദ്ര നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശവും കൈമാറിയിട്ടുണ്ട്. അർജുൻ പീതാംബരൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ആദ്യം നമുക്ക് വിമാനത്താവളങ്ങളുടെ കാര്യം പറയാം. ഇപ്പോൾ 32 വിമാനത്താവളങ്ങളായിരുന്നു സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി അടച്ചിരുന്നത്. ഏറ്റവും കൂടുതൽ ഈ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങളായിരുന്നു. എല്ലാ വിമാനത്താവളങ്ങളുടെയും പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തിയോ അർജുൻ? ആര്യ, എല്ലാ വിമാനത്താവളങ്ങളും ഇതിനോടകം തുറന്നിട്ടുണ്ട്. 32 വിമാനത്താവളങ്ങളാണ് ഈ സംഘർഷം മൂർച്ഛിച്ചതോടെ മെയ് 15-ാം തീയതി രാവിലെ 5:30 വരെ അടച്ചിടാൻ വേണ്ടിയിട്ടുള്ളൊരു ഉത്തരവുണ്ടായതും നോട്ടം ഈ വൈമാനികർക്ക് നൽകിയതും ഈ വെടിനിർത്തൽ കരാർ ധാരണ ഉണ്ടായതിന് പിന്നാലെ തന്നെ ഈ വിമാനത്താവളങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തുറന്ന് ഓപ്പറേഷണൽ റെഡി എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല വൈമാനികർക്ക് അതിൻ്റെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഈ എല്ലാ വിമാനത്താവളങ്ങളിലെയും. 32 വിമാനത്താവളങ്ങളാണ്. അത് ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും പ്രധാനമായിട്ടും അതിർത്തി പ്രദേശങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ശ്രീനഗറും ജമ്മുവും അടക്കമുള്ള വിമാനത്താവളങ്ങൾ, ലേ അടക്കമുള്ള വിമാനത്താവളങ്ങളിൽ ഇതിനോടകം തന്നെ വിമാന സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നു. മാത്രമല്ല എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും സുരക്ഷാ മുന്നൊരുക്കങ്ങളും വിലയിരുത്തിയിട്ടുണ്ട്. യാത്രക്കാർ കുറച്ച് നേരത്തെ എത്തണം. അതായത് ഈ അന്തർദേശീയ വിമാന സർവീസുകൾക്ക് 2 മണിക്കൂർ നേരത്തെയാണ് ആളുകളോട് നേരത്തെ എല്ലാം തന്നെ എത്താൻ പറഞ്ഞിരുന്നത്. അത് ഇനി 3 മണിക്കൂർ, ചുരുങ്ങിയത് 3 മണിക്കൂർ മുൻപെങ്കിലും യാത്രക്കാരെത്തണം. നല്ല കടുത്ത സുരക്ഷാ നടപടികളുണ്ടാവും. സെക്യൂരിറ്റി ചെക്കിംഗ് വളരെ കടുത്ത രീതിയിൽ തന്നെ നടത്തുമെന്നുള്ള കാര്യം തന്നെയാണ് വിമാനത്താവള അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ ഈ വിമാനത്താവള അധികൃതരുമായി കുറച്ചുകൂടി സഹകരിക്കേണ്ടി വരും. പക്ഷേ 32 വിമാനത്താവളങ്ങളും ഇതിനോടകം